ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിലും ബജറ്റിലും എത്തിയ ചിത്രമാണ് ഭാഭാബ. ആദ്യ ദിനം വമ്പൻ കളക്ഷൻ നേടിയ ചിത്രം ഇപ്പോൾ കിതയ്ക്കുകയാണ്. മോഹൻലാൽ എഫക്റ്റും സിനിമയെ രക്ഷിച്ചില്ല. ഭയം, ഭക്തി, ബഹുമാനം എന്നാണ് ദിലീപ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. ഞാൻ കാത്തുകാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. ഇതാണ് ദിലീപ് ബബ്ബബ്ബ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത്. പക്ഷേ ബബ്ബബ്ബ ബോക്സ് ഓഫീസിൽ 100 കോടി അടിക്കാൻ വന്നിട്ട് 50 കോടി കഷ്ടിച്ച് കിട്ടിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ബഹിഷ്കരണാഹ്വാനം നടക്കവെയാണ് ദിലീപ് ചിത്രം പുറത്തെത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. പക്ഷേ ദിലീപ് ചിത്രത്തിന് ആദ്യ ദിനം ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ അങ്ങനെയല്ല കണ്ടത്. പലയിടങ്ങളിലും വാഷ് ഔട്ട്. ക്രിസ്മസ് അവധി തീരുന്നതിന് മുന്നേ കളം വിട്ട് ചിത്രം പോകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിലും ബജറ്റിലും എത്തിയ ചിത്രം കൂടിയാണിത്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബോക്സ് ഓഫീസിൽ അടിതെറ്റിയോ ദിലീപ് ചിത്രത്തിന്? ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ നേട്ടമുണ്ടാക്കാൻ ഈ ചിത്രത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ദിലീപിനൊപ്പം മോഹൻലാൽ കൂടി എത്തിയപ്പോൾ പ്രേക്ഷകരും 100 കോടി ഉറപ്പിച്ചു. അതൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷെ നേടാൻ സാധിച്ചില്ല. വേൾഡ് വൈഡ് കളക്ഷനിൽ 40 കോടി കടന്ന് ബബ്ബബ്ബ 50 കോടിയിലെത്തിയെന്നാണ് പറയുന്നത്. റിലീസ് ദിനത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 7 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചു. സൂപ്പർ താരം മോഹൻലാലിന്റെ കാമിയോ വേഷനുമാണ് ആ കളക്ഷന് കാരണമെന്നാണ് കണക്കുകൂട്ടൽ. ദിലീപിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ തന്നെയാണ് ഈ ചിത്രം നേടിയത്. രണ്ടാം ദിനം 7 കോടിക്കടുത്ത് കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. തുടർന്നങ്ങോട്ട് ബോക്സ് ഓഫീസിൽ വലിയ വീഴ്ചയാണ് ചിത്രം നേരിട്ടത്. ബുക്ക് മൈ ഷോയിലടക്കം ബബ്ബബ്ബയുടേതായി ആകെ വിറ്റുപോകുന്നത് 10,000 ടിക്കറ്റുകൾ മാത്രമാണ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ബബ്ബബ്ബയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തു. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് 50 കോടി ക്ലബിൽ ചിത്രം കയറിയെന്ന വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ കേരളത്തിലെ ഇസ്ലാമിക അടിത്തറയുള്ള വാർത്താ വെബ്സൈറ്റുകളിൽ കടുത്ത സൈബർ ആക്രമണം ചിത്രം നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 40 കോടി കടക്കാത്ത ചിത്രം 50 കോടി കടന്നുവെന്ന് പറഞ്ഞ് തള്ളുന്നുവെന്നാണ് നിരവധി വിമർശനങ്ങൾ ഉയർന്നത്. എന്നാൽ വിമർശനങ്ങൾക്കിടയിലും ബബ്ബബ്ബ തിയേറ്ററുകളിൽ ഓടുന്നുവെന്നും ആരാധകർ പറയുന്നു. പ്രേക്ഷകർ ഇപ്പോഴും ചിത്രത്തെ സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല, യുവാക്കൾക്കും ചിത്രം മോശമല്ല എന്ന് അഭിപ്രായമുണ്ട്. ഡിസംബർ 18-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. ഇപ്പോൾ 11 ദിവസം പിന്നിട്ടിട്ടും ചിത്രം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടുന്നുവെന്നാണ് തിയേറ്റർ ഉടമകളും പറയുന്നത്. എന്തായാലും 30 കോടി ചെലവിൽ നിർമ്മിച്ച ഈ സിനിമ 50 കോടി ക്ലബിൽ കടന്നു എന്നതിനർത്ഥം 20 കോടി ഇപ്പോഴേ നേടിയെന്ന് തന്നെയാണ്. നെഗറ്റീവ് റിവ്യൂസ് കൂടുന്നുണ്ടെങ്കിലും സിനിമ പക്ഷേ സ്റ്റാർ പവറിൽ വിജയത്തിലേക്ക് കടക്കുകയാണോ എന്നും ചോദ്യങ്ങളുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.